ബ്ലാക്ക് വ്യൂ എന്ന കമ്പനിയുടെ ബ്ലാക്ക് വ്യൂ BV9300 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ BV9300 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ബാറ്ററിയാണ്. 15080 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സാധാരണ ഫോണുകളിൽ 5000 mAh ബാറ്ററിയൊക്കെയാണ് വരാറ്. അതിൻ്റെയൊക്കെ 3 ഇരട്ടി ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് മറ്റ് ഡിവൈസുകൾ ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇതിൽ 100 ലൂമൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ടോട്ടലായിട്ട് 24 GB റാം വരെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ MIL STD810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഈ ഫോൺ റഗഡ് ഫോണാണ്. ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഏകദേശം 16,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. 1.32 ഇഞ്ചിൻ്റെ റൗണ്ടിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 360x360 ആണ്. ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിൻ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 21:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഗ്ലൗ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ഈ ഒരു ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഒരു സൈഡിൽ ഷോർട്ട് കട്ട് ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 525 ഗ്രാമാണ്. അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടുതലാണ്. സാധാരണ ഫോണുകളെക്കാളൊക്കെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ വെയിറ്റ് ഈ ഫോണിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ തിക്നെസ് 22.8 mm വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ തിക്നെസ്സും കൂടുതൽ വരുന്നുണ്ട്. പൊതുവേ റഗഡ് ഫോൺസ് അങ്ങനെയാണ്, വെയിറ്റും തിക്നെസ്സും കൂടാറുണ്ട്. അതുമാത്രമല്ല ഇതിൽ വളരെ മേജർ ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ബാറ്ററി കപ്പാസിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റും തിക്നെസ്സും സ്വാഭാവികമായിട്ട് കൂടുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G99 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ വെട്ടന്നിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള DocOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GW3യുടെ സെൻസറാണ്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ്ങിൻ്റെ GD2ൻ്റെ സെൻസറാണ്. ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഫോൺ $199.99 എന്ന പ്രൈസിങ്ങിൽ ഇപ്പം ലഭിക്കുന്നുണ്ട്. 16,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇന്ത്യൻ പ്രൈസിങ്ങും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 20,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. വളരെ മേജർ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 GB റാമൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ നല്ലൊരു ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ബാക്കി തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു റഗഡ് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടുന്നുണ്ട്, 20,600 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ബ്ലാക്ക് വ്യൂ BV9300 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.